പക്ഷേ ഉയർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളതാണ്. അല്ല, കഴമ്പില്ല എന്നുള്ളതാണെങ്കിൽ വസ്തുതാപരമായിട്ട് അതേപോലെ തന്നെ അത് വ്യക്തമാക്കിയാണ് വേണ്ടത്. ഇപ്പം എന്തായാലും സുപ്രീം കോടതി ഗൗരവമായ ഒരു പ്രശ്നം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സുപ്രീം കോടതി പരിശോധിക്കുന്നത് ബീഹാറിലെ ഒഴിവാക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതോടൊപ്പം തന്നെ ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ ശരിയായ രൂപത്തിൽ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ സംബന്ധിച്ച് ഗൗരവമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ തന്നെ ഇപ്പോൾ ബീഹാറിലെ വോട്ടർമാരെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നിരവധി ഹർജികൾ വന്നത്. പല തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന പ്രശ്നം ഉന്നയിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് ആധികാരികമായി തന്നെ ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ അതല്ല ശരി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും സുപ്രീം കോടതി ഒരു ഭാഗം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒന്നും അന്വേഷിക്കില്ല എന്ന നിലപാട് ഒരു ഭരണഘടനാ സ്ഥാപനം സ്വീകരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആരെയും ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ ഒരു പ്രശ്നം, വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തുന്നു, അതിനകത്ത് പേരുകൾ ചേർക്കാൻ അവസരം നൽകുന്നു. അവസരം നൽകി പിന്നെ ലാസ്റ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പത്രക്കാരെ വിളിച്ചിട്ട് ഇന്ന കുഴപ്പങ്ങളുണ്ടെന്ന് പറയാനോ കോടതിയെ സമീപിക്കാനോ മാത്രമേ സാധ്യമാവുകയുള്ളൂ. കോടതികളാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ സാധാരണ വളരെ അപൂർവമായിട്ടേ അത്തരം ഘട്ടങ്ങളിൽ ഇടപെടാറുള്ളൂ. അതാണ് കോടതികൾ സാധാരണ സ്വീകരിക്കുന്ന രീതിയുമുള്ളത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സ്വതന്ത്രമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം, നിർഭയമായി പ്രവർത്തിക്കുന്നതായിരിക്കണം. ഭരണ സംവിധാനങ്ങളുടെ ഒരു അനുബന്ധ സ്ഥാപനമായി മാറുന്നു എന്ന ആശങ്ക നമ്മുടെ രാജ്യത്ത് വളരെ ശക്തമാണ്. അല്ല എന്ന് തെളിയിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം അവർക്കുണ്ട്. ബീഹാറിൻ്റെ ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ എലിമിനേഷൻ അതിനുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ ഇന്നത്തെ പത്രസമ്മേളനത്തിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ചും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സുപ്രീം കോടതിയുടെ അത് സംബന്ധിച്ചുള്ള നിഗമനങ്ങൾ വന്നതിന് ശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറെ കൂടി ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ഇത്തരം പ്രശ്നങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ അത് തെറ്റാണ് എന്ന് തുറന്നു പറയാനും തുറന്നു പറയുമ്പോൾ അതിന് ആധികാരികമായ വസ്തുതകൾ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കാനും ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.